നമസ്കാരം. CPMന്റെ പിന്തുണ നഷ്ടമായതോടെ PV അൻവർ MLA കടുത്ത പ്രതിസന്ധിയിലാണ്. കണ്ണൂരിലെ പ്രമുഖൻ തനിക്കൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തൽക്കാലം പാർട്ടിക്കുള്ളിൽ വില പോകില്ലെന്നാണ് സൂചന. ഇക്കാര്യം വ്യക്തമാക്കി DYFI നേതാക്കളും രംഗത്ത് വന്നു. അൻവറിനൊപ്പം കണ്ണൂരിലെ CPMന്റെ ഒരു അനുഭാവി പോലും ഉണ്ടാവില്ലെന്ന് DYFI സംസ്ഥാന ജനറൽ സെക്രട്ടറി VK സനോജ് പറഞ്ഞു. കണ്ണൂർ യൂത്ത് സെന്ററിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ട് ആവേശഭരിതനായിരിക്കുകയാണ് അൻവർ. എന്നാൽ കണ്ണൂരിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കണ്ണൂരിൻ്റെ ചരിത്രം അൻവറിന് അറിയില്ലെന്നും VK സനോജ് പറഞ്ഞു. കണ്ണൂരിലെ ഉന്നത CPM നേതാവുമായി താൻ നേരത്തെ ഗൾഫിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് PV അൻവർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് VK സനോജ് രംഗത്ത് വന്നത്. നിയമസഭയിൽ പ്രതിപക്ഷത്തോടൊപ്പം ഇരിക്കാൻ താല്പര്യമില്ലെന്ന് നേരത്തെ അൻവർ പറഞ്ഞിരുന്നു. MLA സ്ഥാനം രാജിവെക്കണോ എന്ന കാര്യം നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കും. ഞായറാഴ്ച തയ്യാറാകുന്നത് പാർട്ടിയുടെ എഞ്ചിൻ മാത്രമാണ്. ബോഗികൾ പിന്നാലെ വരും. സർക്കാർ സംബോധന ചെയ്യാത്ത ജനങ്ങളുടെ പ്രശ്നങ്ങളാകും പുതിയ പാർട്ടി ചർച്ച ചെയ്യുകയെന്നും അൻവർ പറഞ്ഞു. മാറി നിൽക്കുന്ന പല CPM നേതാക്കളും മുൻ MLA മാരും MP മാരും ഞാനുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള പ്രബലനായ നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവരെല്ലാം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്നേഹിക്കുന്ന ചെറുതും വലുതുമായ ഒരുപാട് നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ട്രെയിനിൻ്റെ എഞ്ചിനാണ് തയ്യാറാകുന്നത്. ബോഗികൾ പിന്നാലെ വരും. കേരളം മുഴുവൻ 2 റൗണ്ട് കറങ്ങുമ്പോഴേക്കും ബോഗികൾ പൂർണ്ണമാകും. സർക്കാർ സംബോധന ചെയ്യാത്ത ജനങ്ങളുടെ പ്രശ്നങ്ങളാകും പുതിയ പാർട്ടി ചർച്ച ചെയ്യുക. എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുമെന്നും അൻവർ പറഞ്ഞു. നിയമസഭയിൽ പ്രത്യേകമായിരിക്കാൻ സ്പീക്കർക്ക് കത്ത് നൽകുമെന്നും അൻവർ വ്യക്തമാക്കി. മഞ്ചേശ്വരം MLAക്ക് സമീപം ഇരിപ്പിടം അനുവദിച്ചതിനെ അൻവർ പരിഹസിച്ചു. അങ്ങേയറ്റത്തേക്ക് എത്തിച്ചുവെന്നും മംഗലാപുരത്തേക്ക് മാറ്റില്ലല്ലോ എന്നുമായിരുന്നു പരാമർശം. P ശശി അയച്ച വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല. MLA എന്ന 3 അക്ഷരത്തിൽ തന്നെ തളച്ചിടാനാകില്ല. പൂരം കലക്കൽ അന്വേഷിക്കുന്ന ഇന്റലിജൻസ് മേധാവിയുടെ കീഴിലാണ് അന്നത്തെ തൃശൂർ കമ്മീഷണർ ഉള്ളത്. അങ്കിത് അശോക് ആകും അന്വേഷണത്തെ നിയന്ത്രിക്കുകയെന്നും അൻവർ ആരോപിച്ചു. അതേസമയം അരീക്കോട് SOG ക്യാമ്പ് കമാൻഡന്റ് നൽകിയ പരാതിയിൽ മഞ്ചേരി പോലീസ് അൻവറിനെതിരെ കേസെടുത്തു. വാർത്താ സമ്മേളനത്തിൽ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടതിനാണ് കേസ്. ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്നാണ് പരാതി. അൻവറിന്റെ പരാമർശങ്ങൾ ആധാരമാക്കി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, IT ആക്ട് എന്നിവ പ്രകാരമാണ് കേസെടുത്തത്. അതേസമയം ഒപ്പമുണ്ടെന്ന് കരുതിയവർ എല്ലാം തന്നെ അൻവറിനെ കൈവിടുകയാണ്. തുടക്കത്തിൽ CPMലെ ഒരു വിഭാഗം അൻവറിനൊപ്പമുണ്ടായിരുന്നു. എന്നാൽ പൊതുശത്രുവായി CPM അൻവറിനെ പ്രഖ്യാപിച്ചതോടെ അവരെല്ലാം തന്നെ കൈവിട്ടു. പുതിയ തെളിവുകളൊന്നും പുറത്തുവിടാൻ കഴിയാത്തതോടെ ആവേശത്തോട് തടിച്ചുകൂടിയ ജനക്കൂട്ടവും കൈവിട്ടു. കൂടെ കൂട്ടാതെ ഒളിച്ചു കളിച്ച് കോൺഗ്രസും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നാട് നീളെ കേസെടുത്ത് പോലീസും അൻവറിനെ പൂട്ടാനെത്തുകയാണ്. സൈബർ സഖാക്കളും പിന്തുണയ്ക്കുന്നില്ല. ചെറു സമ്മേളനങ്ങളെല്ലാം റദ്ദാക്കി മഞ്ചേരിയിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടും അൻവർ പ്രതിസന്ധിയിലാണ്. നിലമ്പൂരിനപ്പുറത്തേക്ക് ഒരു ശക്തിയും അൻവറിനില്ലെന്ന സന്ദേശമാണ് CPM അണികൾക്ക് നൽകുന്നത്. CPMനൊപ്പമുള്ള ഇടതു സ്വതന്ത്രരെല്ലാം തന്നെ തനിക്കൊപ്പം വരുമെന്ന് അൻവർ രാഷ്ട്രീയ സ്വപ്നം കണ്ടു. KT ജലീലും കാരാട്ട് റസാഖും PTA റഹീമും കൈവിടില്ലെന്ന് അൻവർ പ്രതീക്ഷിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അവധി പ്രഖ്യാപിച്ച ജലീൽ പോലും അൻവറിനെ തുണച്ചില്ല. പിണറായിക്കൊപ്പമാണ് താനെന്ന് ജലീൽ തുറന്നടിച്ചു. CPM പറഞ്ഞാൽ അൻവറിനെതിരെ പ്രതികരിക്കുമെന്നും വ്യക്തമാക്കി. ഇതോടെ ഇടതു സ്വതന്ത്രരിൽ അൻവർ തനിച്ചായി. കാരാട്ട് റസാഖും PTA റഹീമും അൻവറിന് വേണ്ടി ശബ്ദം പോലും ഉയർത്തിയില്ല. നിലമ്പൂരിലെ സമ്മേളനത്തിൽ ഇവരിൽ ഒരാളെങ്കിലും വരുമെന്ന് അൻവർ പ്രതീക്ഷിച്ചു. നിലമ്പൂരിൽ സാമാന്യം നല്ല ജനക്കൂട്ടമെത്തി. സർക്കാരിനെതിരെ പുതിയ വെളിപ്പെടുത്തലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു നിലമ്പൂരിലെ ആൾക്കൂട്ടം. എന്നാൽ മുമ്പ് പറഞ്ഞ രാഷ്ട്രീയ അധിക്ഷേപം മാത്രമായി നിലമ്പൂരിലെ പ്രസംഗം. കോഴിക്കോടും ഒരു യോഗം നടന്നു. ഇതിലും കാമ്പില്ല പ്രസംഗമായിരുന്നു അൻവറിൻ്റേത്.